ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ പല ഘട്ടങ്ങളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഈ ലഹരി കൊലപാതകങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു കണക്ക്, ആ കണക്ക് ഞെട്ടിക്കുന്നതാണല്ലോ. കേരളത്തിൽ 2 മാസത്തിനിടെ നടന്ന 63 കൊലപാതകങ്ങളിൽ 30നും ലഹരി ബന്ധമാണ്. ഇത് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള കണക്കാണ്. അത് രാസലഹരി കഴിച്ച ശേഷം ഇക്കൊല്ലത്തെ കുറ്റകൃത്യങ്ങളിൽ 20% വർധനയുണ്ടായിരിക്കുന്നു എന്നുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ താമരശ്ശേരിയിലെ കൊലപാതകത്തിൽ 15 വയസ്സുള്ള കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ കേസിൽ തന്നെ ഇതിനു മുമ്പ് ഈ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ പ്രതികരണങ്ങളടക്കം പുറത്തേക്ക് വന്നത് നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. ഒരാൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ പോലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്രത്തോളം ഭീതിതമായ സാഹചര്യമാണ്. എന്താണ് ചെയ്യാൻ പറ്റുക? ഗ്യാങ് ആക്ടിവിറ്റി തന്നെയല്ലായിരുന്നു നമ്മളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഒരു ഗ്യാങ് കൂടുക, അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യുക, എന്തൊക്കെ ചെയ്യണമെന്ന് പറയുക, ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ വരാമെന്ന് അവർ തന്നെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഔട്ട്കം എന്നുള്ള ഒരു നിലയിൽ കൺക്ലൂഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു ഗ്യാങ് ആക്ടിവിറ്റി തന്നെയാണ്. ഈ ഗ്യാങ് ആക്ടിവിറ്റി സാധാരണഗതിയിൽ ആരൊക്കെയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ക്രിമിനൽ വാസനയുള്ളവർ തന്നെയാണ്. ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് തന്നെയാണ് ഗ്യാങ് ആക്ടിവിറ്റിയിൽ സാധാരണഗതിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ആൻറ്റി സോഷ്യൽ ട്രേറ്റ്സ് ഒരു മനുഷ്യനിൽ വരുന്നത്? അത് നമ്മൾ ആദ്യമേ നോക്കണം. 2 രീതിയിൽ വരാം. ഒന്നെന്ന് പറയുന്നത് ജനിതകമായിട്ട്. ഇപ്പോൾ നമുക്ക് കുടുംബ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ക്രിമിനൽ വാസനയോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ട്രേറ്റ്സോ ഉള്ളവർ ഒരു 4 തലമുറ വരെ പുറകോട്ട് പോകാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 തലമുറയ്ക്ക് ശേഷവും വരെ ഇത്തരം രീതിയിൽ ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ട് ആ ഒരു സ്വഭാവ വ്യത്യാസം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അങ്ങനെയുള്ള കുട്ടികൾ ചെറുതിലെ മുതലേ തന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞിലെ മുതലേ തന്നെ അക്രമാസക്തരാകുക, ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിപ്പിക്കുക, പിരിപിരിപ്പ് സ്വഭാവം കാണിക്കുക, മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുക, ചെറിയ മോഷണമോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വളരെ ചെറുതിലെ തന്നെ ചില കോണ്ടാക്ട് പ്രോബ്ലംസ് ഇത്തരം കുട്ടികൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് അക്രമാസക്തരാകുക, പേരൻസിനെയും തിരിച്ച് ഉപദ്രവിക്കുക, തർക്കുത്തരം പറയുക, അല്ലെങ്കിൽ നമ്മൾ തറുതല പറയുക എന്നൊക്കെ പറയത്തില്ലേ, ആ തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെയും ഈ കുട്ടികൾ കാണിക്കാറുണ്ട്. സ്കൂളിൽ പോകാതെ ഇരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാതെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയും പോകുക, ഇത്തരം പ്രശ്നങ്ങൾ അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ കാണിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ പിരിപിരിപ്പും ഹൈപ്പർ ആക്ടിവിറ്റിയുമുള്ള കുട്ടികളുണ്ട്. ADHD എന്ന് പറയും. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരപ്രായം എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റ് ഇൻഫ്ലുവൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ കൗതുകം വളരെയധികം കൂടുതലായിരിക്കും, ക്യൂരിയോസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ളവർ സാധാരണഗതിയിൽ അവരുടെ മുതിർന്ന പ്രായത്തിലുള്ള കൂട്ടുകാരുമായിട്ട് കൂടി അവരിൽ നിന്നുമൊക്കെയും ഇൻഫ്ലുവൻസ്ഡ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യതയുമുണ്ട് കൗമാരപ്രായം എത്തുമ്പോഴേക്കും. അതൊക്കെയും ആ തരത്തിലാണ് അവരുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു വശത്ത്. മറുവശത്തെന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് ഒരു കുട്ടിയുടെ സ്വഭാവം അത് മോഡുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിച്ച് ആ ഒരു രൂപീകരണം നടന്നുകൊണ്ടേയിരിക്കും. ആ തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു റോൾ മോഡലോ ഒക്കെയും അവിടെയാണ് ഈ സിനിമ യഥാർത്ഥത്തിലുള്ള റോൾ മോഡൽസ് അവർക്ക് ചുറ്റുവട്ടമുള്ള രീതിയിൽ. ഇപ്പോൾ വയലൻസ് കണ്ടു വളരുന്ന കുട്ടികളിൽ വയലൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ വയലൻസ് ആകാം, അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലെ വയലൻസ് ആകാം. ഈ സിനിമകളിൽ വയലൻസ് ഏറ്റവും കൂടുതൽ നടത്തുന്ന ആൾ ഹീറോ ആയിട്ട് വരികയാണ്. അപ്പോൾ അവരെ ആരാധിച്ച് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയാണ്. തീർച്ചയായിട്ടും. രണ്ടാമത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കിട്ടുന്നത് സിനിമ വരാം, വീഡിയോ ഗെയിംസ് വരാം. നമ്മൾ വയലന്റ് വീഡിയോ ഗെയിംസ് കണ്ടിട്ടുണ്ടോ? അത് അവർക്ക് ഓരോ ലെവലും ജയിച്ച് മുന്നേറണമെങ്കിൽ ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഗണ്ണ് വെച്ച് വെടിവെച്ച് കൊല്ലുക, അങ്ങനെയാകുമ്പോൾ അവർ അടുത്ത ലെവലിലേക്ക് പോകും. അപ്പോൾ ആ വീഡിയോ ഗെയിമിൽ ജയിക്കണമെങ്കിൽ തന്നെ അതിനകത്തിലെ ഒരു സാങ്കല്പിക സിറ്റുവേഷനിൽ ഇട്ടാൽ മാത്രമേ അടുത്ത ഒരു പടിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത്തരം വയലന്റ് വീഡിയോ ഗെയിംസ് ആണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല സിനിമയുടെ കാര്യം എടുത്താലും. ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സ്ക്രിപ്റ്റ് തിയറി എന്നുള്ളൊരു തിയറി ഉണ്ട്. അതായത് നമ്മൾ സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് സ്ക്രിപ്റ്റ് എഴുതും എന്ന് പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വയലൻസ് ഉള്ള രംഗങ്ങൾ കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അത് യഥാർത്ഥത്തിലാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും മീഡിയയിലൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ക്രിപ്റ്റ് തയ്യാറെടുത്ത് വയ്ക്കും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് പോലെ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ ആ സ്ക്രിപ്റ്റിലെ അവർ കണ്ട് ശീലിച്ച വയലന്റ്
സീൻസിൽ ഉണ്ടായിരുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണോ അതേ രീതിയിൽ തന്നെ അത് ബ്രെയിനിൽ അത് കോഡ് ചെയ്ത് അതേ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ അവർക്ക് ഇതേ ഒരു സാഹചര്യം വരുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റിപ്പീറ്റഡായിട്ട് കണ്ട് പല ഇൻഫർമേഷനിലൂടെ ആയിരിക്കുമല്ലോ ഈ ബ്രെയിനിൽ ഇത്തരം കാര്യങ്ങൾ സ്ക്രിപ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതൊരു ബ്ലൂ പ്രിന്റ് പോലെ അവിടെ കിടക്കുകയാണ് നമ്മുടെ തലച്ചോറിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ തലച്ചോറിൽ. എന്നിട്ട് സാഹചര്യം വരുമ്പോൾ ഇതേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ ഇതിൽ നിന്നും ചെകഞ്ഞ് റിട്രീവ് ചെയ്ത് എടുക്കുന്നു. ഇത് വളരെ പ്രശസ്തിയേറിയ ഒരു തിയറി തന്നെയാണ്. അപ്പോൾ ഇത് വയലൻസിന് തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെയാണ് ഇങ്ങനെ കണ്ട് ശീലിച്ചവർക്കും. പക്ഷേ ഇത് മാത്രം ഒരു റിസ്ക് ഫാക്ടർ അല്ല. ഇതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ജനിതകമായിട്ട് ഫാക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, പിന്നീട് കിട്ടിയ സാഹചര്യം എന്താണ്, പേരൻറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, രക്ഷാകർതൃത്വത്തിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നീട് കിട്ടുന്ന കൂട്ടുകെട്ടുകൾ ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ പ്രസൻസ് ഉണ്ടോ, ഇതെല്ലാം കൂടെ ചേർന്നാണ് പിന്നീട് ഇത്തരം ഒരു വാസന ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നത്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും നിന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അതിനോട് റിയാക്ട് ചെയ്യുന്നതിനുള്ള റിയാക്ഷന് വ്യതിയാനം വരുന്നു. അത് കുട്ടിക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭയത്തെ കീഴടക്കാനായിട്ട് ചികിത്സയുടെ ഒരു മാർഗമായിട്ട് തന്നെ ഈ ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കാറുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് സ്ലോലി ഈ ഒരു കാര്യത്തെ ഏതിനോടാണോ ഭയം അതിനെ എക്സ്പോസ് ചെയ്ത് അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തുന്നു ആ മനുഷ്യൻ്റെ തലച്ചോറിന് ആ ഒരു രംഗത്തോടുള്ള. ഇത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ, അതിപ്പോൾ വീഡിയോ ഗെയിം ആണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഇത് കണ്ടും കേട്ടും വളർന്നവർക്ക് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. അതിപ്പോൾ അക്രമമാണെങ്കിലും കൊലപാതകമാണെങ്കിലും ചോര കാണുന്നതാണെങ്കിലും അതിനോടുള്ള ഒരു വെറുപ്പോ അറപ്പോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണ ശേഷിയോ തീരെ ഇല്ലാതായി ഡീസെൻസിറ്റൈസ്ഡ് ആയിട്ട് മാറുന്നു. ഇതൊരു സാധാരണ സംഭവം പോലെ, ഒരു റുട്ടീനായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം പോലെ അവരുടെ ബ്രെയിനെ അതിനെ ചിത്രീകരിച്ച് ആ രീതിയിൽ ഡീസെൻസിറ്റൈസ്ഡ് ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ സാധാരണഗതിയിൽ വയലൻസിനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ്. കാരണം ലഹരി നമ്മുടെ തലച്ചോറിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എടുത്ത് ചാടി ചെയ്യാനുള്ള ഒരു വ്യഗ്രത സാധാരണഗതിയിൽ ഞാൻ ഈ മുൻപേ പറഞ്ഞ പോലെ ഇമ്പൾസീവ് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ എലമെന്റ്സിനൊക്കെ അങ്ങനത്തെ വ്യഗ്രത ഉണ്ടാവും. അല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പരിഷ്കൃതനായിട്ടുള്ള മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ എടുത്തു ചാടിയാൽ ശരിയാവില്ല, ഇത് നിയമപ്രശ്നമാണ്, ഇത് നിയമക്കുരുക്കാണ് എന്ന് ചിന്തിച്ച് അവർ പുറകേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ലഹരി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഇൻഹിബിഷൻ പാടെ എടുത്തു മാറ്റും. മാത്രമല്ല താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ലഹരിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാതെ ഇത് എന്നും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഇൻഹിബിഷൻ അങ്ങ് എടുത്തു മാറി എന്തും എടുത്തു ചാടി ചെയ്യാനുള്ള ഒരു ത്വര വരുന്നു. എല്ലാ കണക്കുകളും എല്ലാ റിസർച്ചേഴ്സും എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് ലഹരി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമത്തിൻ്റെയും വയലൻസിൻ്റെയും തോത് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ വ്യക്തമായിട്ട് നോക്കണം. അതായത് പെരുമാറ്റ വൈകല്യങ്ങളുള്ള കുട്ടികൾ അത് ഒരു സുപ്രഭാതത്തിൽ അവർ ഒരു തലേദിവസം രാത്രി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ അതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഈ മാറ്റങ്ങൾ യഥാസമയം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന ഇന്റർവെൻഷൻ എടുക്കുകയാണ് അഭികാമ്യം. അതിനാർക്കാണ് ഉത്തരവാദിത്വം? രണ്ടുപേർക്കാണ് പ്രൈമറിലി ഉത്തരവാദിത്വം. ഒന്ന് പേരൻസ് തന്നെയാണ്. കാരണം കുട്ടിക്ക് പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ, കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അനുസരണക്കേടുണ്ടെങ്കിൽ, ധാർഷ്ട്യ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊരു പെരുമാറ്റ പ്രശ്നമായിട്ട് തന്നെ അംഗീകരിക്കാൻ ആദ്യമേ പേരൻസ് തയ്യാറാകണം. Debate with Smriti Parithikar.